നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയം, അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ, ജീവഹാനി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള മിന്നൽ പ്രളയമാണ് നേപ്പാളിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വലിയ ആൾനാശമടക്കം ഈ പ്രളയത്തിലുണ്ടായി. അപ്രതീക്ഷിതമായിട്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ ജനവാസ മേഖലകളിലേക്ക് വന്നത്. അവിടെയുണ്ടായിരുന്ന മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളെയും തച്ചുടച്ചുകൊണ്ടാണ് ഈ പ്രളയം കടന്നുപോയത്. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കി വരികയാണ് നേപ്പാൾ ഭരണകൂടം. എത്ര പേർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലും ഔദ്യോഗികമായി യഥാർത്ഥ കണക്കുകളില്ല. 170-ലേറെ പേർ മരിച്ചു, അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നതാണ് ആകെയുള്ള കണക്ക്. 800-ലധികം പേരെ കാണാനില്ല എന്ന കണക്ക് വരുന്നുണ്ട്. പക്ഷേ ആ കണക്ക് പോലും അപൂർണമാണ്. കാരണം 10ഓളം ടൂറിസ്റ്റ് ഏജൻസികളിൽ നിന്ന് ലഭിച്ച ടൂർ ഏജന്റുമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ സഞ്ചാരികൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ടാകാമെന്നും അവരിൽ ഒട്ടനവധി പേർ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിപ്പോകാമെന്നും ആണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. എന്തായാലും നാശനഷ്ട കണക്കുകൾ ഭരണകൂടം ഓരോ മണിക്കൂറിലും പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നേപ്പാളിൻ്റെ വൈദ്യുത വിതരണ മേഖലയുടെ ഏതാണ്ട് 12% ഈ മലവെള്ളപ്പാച്ചിലിൽ തകർന്നുപോയി എന്നതാണ്. അതായത് ഏതാണ്ട് 480 മെഗാവാട്ടോളം വരുന്ന വൈദ്യുതിയുടെ കുറവ് ഇത് കാരണം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഇത് നേപ്പാളിൻ്റെ ആകെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 12%-ഓളം വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ വളരെ വലിയ അടിസ്ഥാന സൗകര്യ മേഖല, വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ, വൈദ്യുതി വിതരണ ശൃംഖലകൾ, ഇതെല്ലാം ഈ മലവെള്ളപ്പാച്ചിലിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. നേപ്പാൾ ഒരു വൈദ്യുതി മിച്ച രാജ്യമാണ്. അതായത് ആ രാജ്യത്തിന് വേണ്ടുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ, ജലവൈദ്യുത പദ്ധതികളാണ് നേപ്പാളിൻ്റെ വൈദ്യുതി മേഖലയുടെ നട്ടെല്ല്. നേപ്പാളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 95%-ഉം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ളവയാണ്. അതിന് കൂടാതെ സൗരോർജം, അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകളെല്ലാം വളരെ ചെറിയ തോതിലുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഘടകവിരുദ്ധമാണ് ഈ നേപ്പാളിലെ വൈദ്യുത മേഖല. അതായത് നേപ്പാളിൽ ഭൂരിഭാഗവും ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലും മറ്റും വലിയ പ്രതിസന്ധി ഉണ്ടായതോടുകൂടി ബംഗ്ലാദേശിൽ വൈദ്യുതി ഉൽപ്പാദനം ഏതാണ്ട് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വൈദ്യുതി കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ നേപ്പാളിൽ അങ്ങനെയല്ല. അവിടുത്തെ കരുത്ത് എന്ന് പറയുന്നത് ജലവൈദ്യുത മേഖലയാണ്. 95%-ഉം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള വൈദ്യുതിയാണ്. ഇങ്ങനെയുള്ള ജലവൈദ്യുത പദ്ധതികളെയാണ് ഇപ്പോൾ ഈ മിന്നൽ പ്രളയം ഇല്ലാതാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 12%-ഓളം നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയാണ്. അതായത് വൈദ്യുതി വളരെ കൂടുതലായി നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നേപ്പാൾ മിച്ചം വരുന്ന വൈദ്യുതി പ്രധാനമായും വിൽക്കുന്നത് ഇന്ത്യക്കാണ്. അതിനുവേണ്ടി പ്രത്യേക ഗ്രിഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗ്രിഡ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ കാലങ്ങളിൽ ബംഗ്ലാദേശിനും നേപ്പാൾ വൈദ്യുതി വിൽക്കുന്നുണ്ട്. മിച്ചം വരുന്ന വൈദ്യുതി വിറ്റ് നേടുന്ന വരുമാനം, അത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നേപ്പാളിൻ്റെ കയറ്റുമതി മേഖലയ്ക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന കണക്ക് കൂടിയാണ് അത്. അതായത് നേപ്പാൾ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജലവൈദ്യുത കേന്ദ്രങ്ങളാണ് അവരുടെ നട്ടെല്ല്. മിച്ചമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി അവർ ഇന്ത്യക്ക് വിൽക്കുന്നു. ഇനിയിപ്പോൾ ബംഗ്ലാദേശിനും അവർ വിൽക്കാൻ ആരംഭിക്കും. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചില സമയങ്ങളിൽ നേപ്പാളിന് വൈദ്യുതി ഷോർട്ടേജ് വരാറുണ്ട്. അത് വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് ഈ ജലസംഭരണികളൊക്കെ വറ്റി വരളുമ്പോൾ ജലവൈദ്യുത ഉൽപ്പാദനം പ്രതിസന്ധിയിലാകും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയാണ് നേപ്പാളിന് ആവശ്യമുള്ള വൈദ്യുതി നൽകുന്നത്. ഇതാണ് നേപ്പാളിൻ്റെ ഒരു ഊർജ മേഖലയുടെ ഘടന എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇപ്പോഴത്തെ മിന്നൽ പ്രളയം ദോഷകരമായി ബാധിച്ചിരിക്കുന്നതും വലിയ നാശനഷ്ടം ഉണ്ടാക്കി വച്ചിരിക്കുന്നതും. ഒട്ടനവധി ജലവൈദ്യുത പദ്ധതികളും ടർബൈനുകളും ഒക്കെ തകർന്നു. വൈദ്യുത വിതരണ ശൃംഖലകളും തകർന്നു. തീർച്ചയായും നേപ്പാളിനെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേപ്പാളിൻ്റെ പല പ്രദേശങ്ങളിലും ഇരുട്ടിലാകും. പക്ഷേ നേപ്പാളിനെ മാത്രമല്ല, ഇന്ത്യയെയും അത് ബാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നേപ്പാളിൽ നിന്നുള്ള മിച്ച വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ നാഷണൽ ഗ്രിഡിലേക്ക് നേപ്പാൾ വൈദ്യുതി എത്തിയിരുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേപ്പാളിലെ ഈ പറയുന്ന മലവെള്ളപ്പാച്ചിൽ കേരളത്തെയും ബാധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും പലരും പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ വൈദ്യുതി ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിലെമ്പാടും വന്ന ഒരു വലിയ പ്രശ്നം മഴയില്ലായ്മ എന്ന പ്രശ്നം, ചൂട് കൂടുന്ന ഒരു പ്രതിഭാസം
അത് വൈദ്യുതി ഉപഭോഗത്തെ വല്ലാതെ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ മാത്രമേ ഇപ്പോൾ വൈദ്യുതി തികയുന്നുള്ളൂ. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി കിട്ടാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം മൊത്തത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഏതാണ്ട് 30% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 70% വൈദ്യുതിയും കേരളത്തിന് പുറത്തു നിന്നും, അതായത് നാഷണൽ ഗ്രിഡിൽ നിന്നും കേരളം വാങ്ങുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാഷണൽ ഗ്രിഡിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ കുറവ് കേരളത്തെ സാരമായി തന്നെ ബാധിക്കും. അങ്ങനെ നേപ്പാളിൽ നിന്നുള്ള വൈദ്യുതിയുടെ കുറവ് ഇന്ത്യക്ക് അനുഭവപ്പെടുമ്പോൾ, ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയ ഒരു കാലാവസ്ഥ കൂടി നിലനിൽക്കുമ്പോൾ തീർച്ചയായും കേരളത്തിന് വലിയ പ്രതിസന്ധിയിലാകും. ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയപ്പോൾ കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അപ്രഖ്യാപിതമായ പവർ കട്ടുകൾ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വൈദ്യുതിയുടെ ഇല്ലായ്മ കൊണ്ടാണ്. കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമല്ലാത്തത് കൊണ്ടാണ്, നാഷണൽ ഗ്രിഡിൽ നിന്നും അത് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാഷണൽ ഗ്രിഡിലെ വൈദ്യുതിക്ക് ദൗർലഭ്യം കാരണം വലിയ വില നൽകേണ്ടി വന്നതുകൊണ്ടാണ്. എന്തായാലും അത്തരത്തിൽ നേപ്പാളിൽ നിന്നുള്ള വൈദ്യുതി ഇന്ത്യക്ക് നഷ്ടമാകുമ്പോൾ, വരും ദിവസങ്ങളിൽ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ നേപ്പാളിന് അങ്ങോട്ട് വൈദ്യുതി കൊടുക്കേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായും കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളെ അത് ബാധിച്ചേക്കാം എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും നേപ്പാളിൻ്റെ ഒരു ഭാഗം ഇരുട്ടിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രമാത്രം വൈദ്യുതിയുടെ കുറവ് അവരിൽ ഉണ്ടായിരിക്കുന്നു. അത് കേവലം ഒരു കുറവല്ല, അത് ദീർഘനാളത്തേക്കുള്ള ഒരു കുറവായിരിക്കും. കാരണം ഈ വൈദ്യുതി നിലയങ്ങളെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മിന്നൽ പ്രളയം നശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മിന്നൽ പ്രളയം നേപ്പാളിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ല. അത് കൃത്യമായി തന്നെ പുനഃസ്ഥാപിക്കുന്നതിനും മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇനി നേപ്പാൾ ഒരു വൈദ്യുതി വിൽക്കുന്ന രാജ്യമായി മാറില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടിയാണ് ലോകത്തെ നടുക്കിക്കൊണ്ടുള്ള മിന്നൽ പ്രളയം നേപ്പാളിൽ ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞുരുകി വലിയ തടാകങ്ങൾ രൂപപ്പെടുന്നു. ഈ തടാകങ്ങളിൽ പ്രകൃതിദത്തമായ ഭിത്തികൾ ഉണ്ട്. ഈ ഭിത്തികൾ ഭൂകമ്പം കാരണം തകർന്നതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ മിന്നൽ പ്രളയം ഉണ്ടായത്. 3 ജില്ലകൾ പൂർണ്ണമായും ഒലിച്ചുപോയി. 8 ജില്ലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. 170ഓളം പേർ മരിച്ചു എന്ന് കരുതപ്പെടുന്നു. 800-ലധികം ആളുകളെ കാണാനില്ല. ആയിരക്കണക്കിന് ആളുകൾ, മരണസംഖ്യ ആയിരക്കണക്കായി ഉയരുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. രക്ഷാദൗത്യം തുടരുകയാണ്. ഇന്ത്യയും രക്ഷാദൗത്യത്തിൽ പങ്കാളിയാണ്. ഏതാണ്ട് 70-80 ടണ്ണോളം ഈ ദുരിതാശ്വാസ സാമഗ്രികൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അത് നേപ്പാളിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയുടെ രക്ഷാദൗത്യത്തിന് വേഗത കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വ്യോമസേന അടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നേപ്പാളിലെ മിന്നൽ പ്രളയം ഒരുപക്ഷെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാറിനെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, സമാനമായ ഈ മിന്നൽ പ്രളയം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും പല ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ മഞ്ഞുപാളികളിൽ പെട്ടെന്ന് ഉരുകി രൂപപ്പെട്ട തടാകം, ആ തടാകം പൊട്ടിയൊലിക്കുന്നത് കാരണം പല നദികളും ദിശ മാറി ഒഴുകുകയാണ്. പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ഈ വീടുകളും ഇതെല്ലാം ഒഴുകി വരുന്നത് കാരണം നദിയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും വീണ്ടും അത്തരത്തിലുള്ള തടാകങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ തടാകങ്ങളുടെ ഭിത്തികൾ വീണ്ടും ജലത്തിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞില്ല എങ്കിൽ വീണ്ടും തടാകങ്ങളുടെ ഭിത്തികൾ പൊട്ടി വീണ്ടും മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ നേപ്പാളിൽ സജീവമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് ഇപ്പോൾ ആദ്യം നേപ്പാളിൽ എത്തിയിരിക്കുന്നത്. ചൈനയും കൈയയച്ച് സഹായിക്കുകയാണ്. ടിബറ്റിലാണ് ഈ പറയുന്ന 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. മാത്രമല്ല, ചൈനയും ഇന്ത്യയും വലിയ രീതിയിൽ ഈ രക്ഷാദൗത്യത്തിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയും വലിയ ധനസഹായമാണ് നേപ്പാളിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വന്ന ഒരു കനത്ത നഷ്ടത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതും വൈദ്യുത മേഖലയിലുണ്ടായ ആഘാതത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നതും.